ദൈവം സ്നേഹിക്കുന്നത് പോലെ നമ്മളും സ്നേഹിക്കാൻ അവൻ നമ്മളെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഓക്കെ? അപ്പോൾ വിവാഹം എന്ന് പറയുന്നതും സെക്ഷുവാലിറ്റി, സെക്ഷുവൽ യൂണിയൻ, സെക്സ് എന്ന് പറയുന്നതും മനുഷ്യൻ കണ്ടുപിടിച്ച ഒന്നല്ല. മനുഷ്യന്റെ ആഹ്ലാദത്തിന്, ഉല്ലാസത്തിന് വേണ്ടി അവൻ കണ്ടുപിടിച്ച ഒന്നല്ല, മറിച്ച് ദൈവം സ്ഥാപിച്ച കൂദാശ തന്നെയായിരുന്നു. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചതും, ദൈവമാണ് സെക്ഷുവാലിറ്റി, മാൻ ആൻഡ് വുമൻ, അവരുടെ ഒന്നാകലും അതിലൂടെയുള്ള കുഞ്ഞുങ്ങളുടെ ജനനവും ഇതെന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിൽ പിതാവും പുത്രനും ഒന്നാകുമ്പോൾ പരിശുദ്ധാത്മാവായ മൂന്നാമത്തെ വ്യക്തി പുറപ്പെടുന്നത് പോലെ ഭർത്താവും ഭാര്യയും ഒന്നാകുമ്പോൾ അവരിൽ നിന്ന് പുതിയൊരു ജീവൻ പുറപ്പെടുന്നു. പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്, മനുഷ്യന്റെ ഹ്യൂമൻ എക്സ്പീരിയൻസസിൽ വെച്ച് ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തോട് അടുത്ത് കിടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ജനങ്ങളെ, നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ലൈംഗികത, ഇതിലൂടെ തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം. ആമേൻ. ഇതിലൂടെ തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണം. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സെക്സിനെ കുറിച്ചുള്ള എൻ്റെ ചിന്തകളെല്ലാം ഞാൻ ഗ്യാദർ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരിൽ നിന്ന്, ഒരുപക്ഷെ ഇന്റർനെറ്റിൽ നിന്ന്, തെരുവിൽ നിന്ന് ഒക്കെയാണ്. എന്നിട്ട് അതിനെ ഞാൻ വിവാഹത്തിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്, അല്ലേ? ഞാൻ വിവാഹത്തെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും സെക്സിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുന്ന എല്ലാ ആശയങ്ങളും ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറുകയാണ് എൻ്റെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ നോളജിനെയും, അത് വിശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള എല്ലാ നോളജിനെയും ഞാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് വിവാഹത്തെ നാം കാണുന്നത്. ഞാൻ ഇന്നൊരു മാറ്റം, പ്രത്യേകിച്ച് എൻ്റെ യുവജനങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നവരോട് ഒരു സജഷൻ ഉണ്ട്. Rather than bringing your knowledge into marriage and applying it into marriage, experimenting in marriage, here is what you should do. Be at the service of the institution of marriage. വിവാഹം എന്ന കൂദാശ ദൈവികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിന്റെ സെർവൻസായി നമ്മൾ മാറണം. വിവാഹം എന്ന കൂദാശയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറണം. നേരെ തിരിച്ചല്ല. ഞാൻ എനിക്ക് വേണ്ടി വിവാഹത്തെ ഉപയോഗിക്കുകയല്ല, മറിച്ച് ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാൻ ദൈവം എന്നെ വിളിച്ചുവെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവമേ അവിടുന്ന് എന്നെ സഹായിക്കണമേ. സോ ഐ ബിക്കം a servant. I be at the service of the sacrament of marriage. ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ വിവാഹത്തെ നമ്മൾ ഭയത്തോടും വിറയലോടുകൂടി കാണേണ്ടതുണ്ട്. കാരണം സ്വർഗതുല്യമായ ഒരു ഭൂമിയിലെ അനുഭവത്തിലേക്ക് ദൈവം എന്നെ വിളിക്കുകയും അതിലൂടെ എന്നെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നതാണ് വിവാഹവും എൻ്റെ കുടുംബവും. നിങ്ങളുടെ കുടുംബത്തിൽ, വിവാഹിതരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ചാലഞ്ചസ് ഉണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ടോ? വേദനയുണ്ടോ? സങ്കടങ്ങളുണ്ടോ? ഹല്ലേലൂയ. കാരണം അതൊരു സ്കൂളാണ്, അതൊരു ട്രെയിനിങ് സെന്ററാണ്. അത് ട്രെയിനിങ് സെന്റർ ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവിധ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തരുന്നത് നമ്മൾ
എല്ലാം നശിച്ചു, എല്ലാം ഒന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത്. ബി എൻകറേജ്ഡ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ സഫറിങ്ങില്, ഈ ബുദ്ധിമുട്ടുകളില് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് നീ അതിലൂടെ കടന്നുപോയി ഏതൊരവസ്ഥയിലും സ്നേഹിക്കാൻ പറ്റുന്നവനായി മാറിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തോടൊന്നാകാൻ സാധിക്കുകയുള്ളൂ, നിനക്ക് സ്വർഗം പോകാൻ സാധിക്കുകയുള്ളൂ, നിനക്ക് ദൈവവുമായിട്ടൊന്നായി ദൈവമായി തീരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഈശോയെ നമ്മൾ എപ്പോഴും കാണുന്നത് രക്ഷകനായിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ ശ്രമിക്കാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനും ഞാനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. അത്രമാത്രം ഞാൻ അപ്പനെ സ്നേഹിക്കുന്നു, അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പൻ എനിക്ക് വേണ്ടി ജീവൻ നൽകും, ഞാൻ അപ്പന് വേണ്ടി ജീവൻ നൽകും. അങ്ങനെ ഒരു ദിവസം ഞാൻ കിണറ്റിൽ പോയെന്ന് വിചാരിക്കുക. അപ്പൻ ചാടി കിണറ്റിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അന്ന് മുതൽ ഞാൻ അപ്പാന്ന് വിളിക്കാതെ രക്ഷക എന്ന് വിളിച്ചാൽ അത് ഓക്കെയാണ്, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. ദർ ഇസ് സംതിങ് റോങ്. അല്ലേ? ശരി, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോ ദൈവം നമ്മളെ സംബന്ധിച്ചോളം രക്ഷകനാണ്. പക്ഷെ അതിനു മുമ്പ് അവൻ ആരാണ്? നമുക്ക് പിടികിട്ടുന്നുണ്ടോ? അപ്പോ ആ ബന്ധത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അപ്പൊ ഞാൻ ഒരു പാപിയാണ്, ഞാൻ പാപം ചെയ്ത് നശിച്ചു കിടന്നപ്പോൾ എന്നെ രക്ഷിക്കാൻ വന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആരാധിക്കുന്നത് എന്ന് പറയുന്നതിനകത്തൊരു കുറവുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു വിളി എനിക്കുണ്ട്. നീ ഒറിജിനലി യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. നീ വീഴുന്നതിന് മുമ്പ്, നീ വീണ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. You are a child of God, no matter what happened to you. നീ പാപം ചെയ്ത് അകന്നു പോയാലും നിന്റെ ഐഡന്റിറ്റി, നിന്റെ കോർ ഐഡന്റിറ്റിക്ക് മാറ്റമില്ല എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയല്ലേ പൊന്നുമക്കളെ, ദൈവം നമ്മെ അന്വേഷിച്ച് തിരിച്ചു വന്നത്. എന്തിനു വേണ്ടിയാണ്? ആ കിണറ്റിന്റെ അടിത്തട്ടിൽ കിടന്ന് എന്നെ പൊക്കിയെടുത്ത് ദൈവത്തെ പോലെ ആക്കി തീർക്കാൻ. ഡിവിനൈസേഷൻ എന്ന് പറയും, തിയോസിസ് എന്ന് പറയും. സെയിന്റ് അത്തനേഷ്യസ് പറഞ്ഞത്, അതായത് ദൈവം മനുഷ്യനായി പിറന്നത് മനുഷ്യനെ ദൈവമാക്കാനാണ് എന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന്? പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, ഈ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഛായ സാദൃശ്യം? പാപം ചെയ്തപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, വികലമായത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് തന്നെയാണ്. എന്താണ് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടത്? ദൈവത്തിന്റെ ഛായ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ കണ്ടു. തന്നെ ഒരു ഗിഫ്റ്റാക്കി അപരന് കൊടുക്കുന്ന ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന്, അങ്ങനെ സ്നേഹിക്കുന്ന ദൈവം അവനെ പോലെ തന്നെ തൻ്റെ മകനുമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ നീയും ഞാനും ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നെക്കുറിച്ചുള്ള എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന അരുമ പൈതലാണ് എന്ന ഉറച്ച അവയർനെസ് നിനക്കുണ്ടാവണം. ഡു യു ബിലീവ് ദാറ്റ്? ദൈവം സ്നേഹിക്കുന്ന പൊന്നോമനയാണ് ഞാൻ എന്നുള്ള ആ അറിവായിരുന്നു ആദത്തിനുണ്ടായിരുന്നത്. ആ അറിവ് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വീണ്ടും നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജനിച്ച് നമ്മുടെ പാപങ്ങളേറ്റ് നമുക്ക് വേണ്ടി ഉയർത്ത് നമ്മളെ വീണ്ടെടുത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യമായി ദൈവത്തിന്റെ ഛായയിൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട എനിക്കും നിനക്കും ആദ്യം ഉണ്ടാവേണ്ട അറിവ് എന്ന് പറയുന്നത്, ദൈവം എന്നെ ഈവൻ നൗ
പാപത്തിന്റെ കൊടുമുടിയിൽ ഏറ്റവും നശിച്ച അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു. പീരിയഡ്. അവന്റെ സ്നേഹം നിന്റെ അവസ്ഥകൾ അനുസരിച്ച് മാറുന്ന ഒന്നല്ല. ഇന്നലെ നീ വിശുദ്ധനായി ജീവിച്ചപ്പോൾ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. ഇന്ന് നീ വീണുടഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നോക്കത്തില്ല എന്നാണ് നീ ചിന്തിക്കുന്നത്. അത് നിന്റെ മാനുഷികമായ വികലത, പാപം മൂലം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ നുണയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവത്തെ നിങ്ങള് ഒരു രക്ഷകനായിട്ട് കാണുന്നത് നല്ലതാണ്. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ അവനെ ബ്രൈഡും എൻ്റെ ദൈവം എൻ്റെ ഗ്രൂമുമായിട്ട് കാണാനായിട്ട് പറ്റുമോ? മണവാട്ടിയും മണവാളനും. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞില്ലേ, പിതാവായ ദൈവം ഈസ് എ ലവർ എന്നാണ് പറഞ്ഞത്. പുത്രൻ ഈസ് ദ ബിലവഡ്. നിങ്ങൾക്കറിയാമോ, ഹോൾ ബൈബിൾ ഈസ് എ ലവ് സ്റ്റോറി. ബൈബിളിന്റെ തുടക്കത്തിൽ തന്നെ സ്നേഹമാണ്. അവിടെ ഒരു സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അവർ സ്നേഹിക്കുന്നു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ആ സ്നേഹത്തിന്റെ സ്റ്റോറി തന്നെയാണ് ഇങ്ങോട്ട് നമ്മൾ സോങ് ഓഫ് സോങ്സിൽ നമ്മൾ സ്നേഹം കാണുന്നു. ദൈവവും സഭയുമായിട്ടുള്ള സ്നേഹം, മനുഷ്യര് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള സ്നേഹം. അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് സ്നേഹമാണ്. അവിടെയും ഒരു വിവാഹമാണ് നമ്മൾ കാണുന്നത്. ഏത് വിവാഹമാണ്? റെവലേഷനിൽ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവും സഭയുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള വിവാഹമാണ്. എന്റെ വിവാഹമാണ്. നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ മാമോദീസ ദിവസം നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചത്? ഒരു തൂവെള്ള വസ്ത്രമല്ലേ ധരിച്ചത്? നിങ്ങൾ ആൺകുട്ടികള് ട്രൗസർ ആണോ അന്നിട്ടത്? അല്ല. നിങ്ങളും ഒരു ബ്രൈഡിനെ പോലെ, ഒരു മണവാട്ടിയെ പോലെ നീളമുള്ള ഒരു ഗൗണല്ലേ ഇട്ടിരുന്നത്? അതെന്തിന്റെ അടയാളമാണ്? എന്റെ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ ഞാൻ മാമോദീസായിൽ തുടങ്ങുന്ന ആ ബന്ധം, അത് പൂർണ്ണമാകുന്നത് അവന്റെ രണ്ടാം വരവിൽ അവനോടൊത്തു ഞാൻ ഒന്നാകുമ്പോൾ, ആ സ്വർഗത്തിൽ അവനോടൊത്തു ഞാൻ ഒന്നാകുന്ന ആ നിമിഷം. ദ ഹോൾ ബൈബിൾ ഈസ് എ ലവ് സ്റ്റോറി. അങ്ങനെയെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് എൻ്റെ പ്രിയതമ എന്ന് വിളിക്കാനാവുമോ? നമ്മൾ വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് വിളിക്കേണ്ടത്. കാരണം അവൻ പ്രൈമറിലി ഹി ഈസ് യുവർ ലവർ. രക്ഷകൻ അത് കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് എഫീഷ്യൻസില് 5-ാമത്തെ അധ്യായത്തിൽ അവൻ പറയാണ്, അവൻ അവളെ, ആരെയാണ്? നമ്മളെ കറയോ ചുളിവുകളോ ഇല്ലാതെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുവാനായിട്ട് അവളെ കഴുകി വെണ്മയുള്ളവളാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വരുമ്പോൾ, എൻ്റെ പ്രിയതമ എന്നോട് ചേരുവാൻ യോഗ്യതയില്ലെന്ന് കാണുമ്പോൾ അവളെ തന്റെ രക്തം കൊണ്ട് കഴുകി യോഗ്യതയുള്ളവളാക്കി ഒന്നാക്കുന്ന ദൈവസ്നേഹത്തിനോട് പ്രത്യുത്തരം നൽകാൻ എനിക്ക് നാവുമോ? God is waiting for your response. അപ്പോ ദൈവം എൻ്റെ ബലഹീനതയില്, എൻ്റെ ബ്രോക്കൺനെസ്സില്, എൻ്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, എൻ്റെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, എൻ്റെ മക്കളുടെ സ്വഭാവമായിക്കോട്ടെ, എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വഭാവമായിക്കോട്ടെ, തകർച്ചയുടെ വക്കിലാണെങ്കിലും അവിടെ നിനക്ക് ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെ തഴഞ്ഞിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിന്റെ ഇടയിൽ നിന്നോട് ചേർന്ന്, നീ ഏതൊക്കെ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ പുറകിൽ നിൽക്കുന്നു, അവനോട് സഹകരിക്കുവാൻ ഇന്ന് നീ കൃപ ചോദിച്ചാൽ മതി. യു വിൽ ബി എ സെയിന്റ്. ലോകമാരും അറിയുന്ന ഒരു സെയിന്റ് അല്ല, പക്ഷെ നീയും ദൈവവും അറിയുന്ന ഒരു വിശുദ്ധയായി നീ തീരുവാൻ ഒരുങ്ങുക. അതിനുള്ളൊരു തുടക്കമാവട്ടെ ഈ 2006 തൊട്ട് നമ്മുടെ ഒരു പുതുജീവൻ. ഞാൻ യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഡൈമെൻഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. അവനും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം, ഞാൻ അവനുമായിട്ടുള്ള ഒരു 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 മണവാളൻ മണവാട്ടി ബന്ധത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ
അങ്ങനെ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ഞാൻ ഓരോ ദിവസവും എൻ്റെ മൊഷടനായ ഭർത്താവിനെ നോക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ദൈവം ഇത്രമാത്രം ബലഹീനയായ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനും എൻ്റെ സ്നേഹം അർഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതേസമയം ഈ ഡയമെൻഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അയാളെ നോക്കുന്നതെങ്കിൽ ഈ മാരണം എന്നേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ബിക്കോസ് എവ്രി ഡേ ഇറ്റ്സ് പെയിൻ ആഫ്റ്റർ പെയിൻ. അതുകൊണ്ടാണ് വിവാഹം എന്ന് പറയുന്നത് ഈ ബന്ധത്തിന്റെ, ഞാനുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ ഒരു മുന്നാസ്വാദം, ഒരു സ്കൂള്, ഒരു സൈൻ ആണ്. എങ്കിൽ ഈ സൈനില് ഞാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, ട്രെയിൻഡ് ആവണമെങ്കിൽ എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് വേണം എനിക്ക് ആ ശക്തി ലഭിക്കുവാനായിട്ട്, കൃപ ലഭിക്കുവാനായിട്ട്. ഈ സ്നേഹമായിരിക്കണം ഇവിടെ സ്നേഹിക്കാനായിട്ട് എന്നെ കേപ്പബിൾ ആക്കുന്നത്. ദിസ് ഇസ് വെരി സിമ്പിൾ. പക്ഷേ അത്ര സിമ്പിൾ അല്ലതാണ്, അല്ലേ? അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്നത്, നിങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയവരാണെങ്കിലും ഇനി തുടങ്ങാൻ പോകുന്നവരാണെങ്കിലും, ഇനി വിവാഹ ജീവിതം അല്ല മറിച്ച് ഒരു റിലീജിയസ് സിംഗിൾ സെലിബ്രേറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഒരു സെലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്റർ ആകാൻ അല്ലെങ്കിൽ അച്ഛനാകാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവനുമുണ്ടൊരു സെക്ഷുവാലിറ്റി. അവനും സൃഷ്ടിക്കപ്പെട്ടത് ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ്. അപ്പോൾ അവന്, നമുക്കറിയാം, നമ്മുടെ വിവാഹ ജീവിതം ഒരു സൈനാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സൈൻ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ ഡെസ്റ്റിനേഷൻ ആണ് സ്വർഗം. അപ്പൊ ചിലരെ സംബന്ധിച്ചോളം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ആ സൈനിൽ, ആ സാക്രമെന്റിൽ ഞാൻ ജീവിച്ചുകൊണ്ട് എന്നെ തന്നെ ആ ദൈവത്തിന്റെ സ്കൂളിൽ എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, ആ സ്നേഹം എന്നെ മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ഒരു 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 അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ആള് ഈ സൈൻ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്ട്ലി ദൈവരാജ്യത്തിന് വേണ്ടി ഈ മനുഷ്യരുടെ സ്ട്രഗിളിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെലിബസി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവര് ദൈവവുമായിട്ടുള്ള, ദൈവത്തെ തന്നെ മണവാളനായി സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവത്തിന് നൽകിക്കൊണ്ട് ആ ഒന്നാകലിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ വ്യക്തികളെയും ഈ മനുഷ്യരെയും അതിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രത്യേക, ഒരു എന്താ പറയുക, പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഒരു വൊക്കേഷനാണ് ഈ സെലിബസി അല്ലെങ്കിൽ റിലീജിയസ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം നമ്മുടെ ലൈംഗികതയാണ്. നിങ്ങൾക്കറിയാമോ, ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞത്, നമ്മുടെ ശരീരം, നമ്മൾക്ക് നൽകിയിരിക്കുന്ന ശരീരം, ഈ ശരീരം നോക്കിയാൽ തന്നെ നമുക്കറിയാം ശരീരം എന്തിനു വേണ്ടി നൽകപ്പെട്ടതാണെന്ന്. അത് മനസ്സിലാകണമെങ്കിൽ കുരിശുരൂപത്തിലേക്ക് നോക്കിയാൽ മതി. കുരിശുരൂപത്തിൽ ഒരു ശരീരം നമുക്ക് കാണാം. ആ ശരീരം എന്തിനു വേണ്ടി നൽകപ്പെട്ടതാണ്? ആ കുരിശിനോട് ചോദിച്ചാൽ പറയും, യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്കായി നൽകപ്പെട്ട ഒരു വലിയ ഗിഫ്റ്റാണ്. അതെങ്കിൽ എൻ്റെ ശരീരവും അതുപോലെ എൻ്റെ കൂടെയുള്ളവരെ ആദ്യം ദൈവത്തിന് നൽകിക്കൊണ്ട് അവൻ്റെ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ, എൻ്റെ ശരീരം, എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി ഇല്ലാതാകുവാനായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ശരീരമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഈശോയെ കുറിച്ചാണ് പറയുന്നത്, യു ഹാവ് ഗിവൺ മീ എ ബോഡി. ഒരു ശരീരം നീ എനിക്ക് തന്നു. ആ ശരീരം എന്തിനാണ് തന്നത് എന്നുള്ളതിന് ഉത്തരമാണ് കുരിശില്.
വിശുദ്ധി, നമ്മുടെ വിവാഹത്തിലുള്ള വിശുദ്ധീകരണം, വിവാഹത്തിലെ വിശുദ്ധി. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സഭയുടെ പഠനങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അതെങ്കിൽ സ്ക്രിപ്ചേഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ തിയോളജി ഓഫ് ദ ബോഡി പോലത്തെ സഭയുടെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടാകണം എന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ടും ഈ കാര്യങ്ങൾ നമ്മുടെ വിശുദ്ധിയെ തകർക്കുന്നതുമായത് കൊണ്ട് നമ്മുടെ വിവാഹം എന്നത് നമ്മുടെ സ്വർഗാനുഭവത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായതുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഹെവൻലി എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം തന്നെ നമുക്കറിയാം യൂസിങ് കോണ്ടംസ്, അതുപോലത്തെ കാര്യങ്ങൾ നമുക്കറിയാം. കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്ന കാര്യം ഒരുപക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പക്ഷേ അതിന് ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു ഇളവ് നമ്മുടെ മനസ്സിൽ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ദൈവം ലൈംഗികത നമുക്ക് നൽകിയിരിക്കുന്നത് കുഞ്ഞുങ്ങള്, അത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ നമ്മൾ ഒന്നാകുവാനും, ഫോർ യൂണിയൻ ആൻഡ് പ്രൊക്രിയേഷൻ, നമ്മൾ ദൈവം പിതാവും പുത്രനും ഒന്നാകുന്ന പോലെ ഭാര്യയും ഭർത്താവും ഒന്നാകുകയും ആ ഒന്നാകുന്ന സ്നേഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ലൈംഗികതയുടെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് യൂണിയൻ ആൻഡ് പ്രൊക്രിയേഷൻ. അപ്പം ഏതൊരു ആക്ട് എഗൻസ്റ്റ് ലൈഫ്, അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒബ്ജക്റ്റീവിലേക്ക് നമ്മുടെ ലൈംഗിക ബന്ധം നീങ്ങുന്നില്ലെങ്കിൽ അത് ഇൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് മോറലി റോങ്, അത് പാപമായി തീരുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മുടെ ലൈംഗിക ബന്ധത്തിൽ കോൺട്രസെപ്റ്റീവ്സ് ഇൻ എനി വേ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നൗ ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു ഡയലോഗിലേക്ക് വരിക, പ്രാർത്ഥിക്കുക, ചിന്തിക്കുക. Then consult your parish priest or somebody, a priest whom you know. നിങ്ങൾക്ക് ആ ഏരിയയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ വിശുദ്ധമായ ആ ഏരിയയിൽ ജീവിക്കാൻ പറ്റും എന്ന ആഗ്രഹത്തോടു കൂടി ആ വിശുദ്ധ മനുഷ്യനുമായി സംസാരിച്ച് അതിൽ നിങ്ങൾ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം ഉണ്ട്. പ്രൈമറിലി അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് 2-3 കുഞ്ഞുങ്ങളായി ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഒക്കെ തീരുമാനിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞു ജനിക്കാത്ത രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി കൂടുതലാണ്. എന്ന് പറയുമ്പോൾ ഐ ഇജാക്കുലേറ്റ് ഔട്ട്സൈഡ് ഓഫ് ഹർ. അപ്പം ഒരു വിവാഹ ജീവിതത്തിൽ, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു കുഞ്ഞു ജനിക്കാത്ത രീതിയിൽ if I ejaculate outside of her, that is morally wrong. അതിന് coitus interruptus എന്നാണ് പറയുന്നത്. This is wrong, morally wrong ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം അറിയാതെയും അറിഞ്ഞുകൊണ്ടും ഉണ്ടെങ്കിൽ I am sure you are taking it to your confession. പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മൾ കൺഫെഷനിൽ ഇത് പറയുമ്പോഴും ഇതിൽ നിന്ന് എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ നിന്ന് കൂടുതൽ ഇൻ്റഗ്രേറ്റഡ് ആയിക്കൊണ്ട് എൻ്റെ ലൈംഗികതയെ കൂടുതൽ വിശുദ്ധമാക്കാനും സ്നേഹാധിഷ്ഠിതമാക്കുവാനും ഞാനും എൻ്റെ ഭാര്യയും ശ്രമിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇത് ചെയ്യുമെന്ന അറിവോടുകൂടി ഞാനിത് കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മൾക്കറിയാം നമ്മളത് വീണ്ടും ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ആ കുമ്പസാരം ഇസ് നോട്ട് വാലിഡ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇനിയും നമ്മൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനാവുക? ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ സൈക്കിൾസ് നിങ്ങൾ പരിചയപ്പെടുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരായിരിക്കാം ആ സൈക്കിൾ അനുസരിച്ച് എന്നാണ് അവർ ഏറ്റവും ഫെർട്ടൈൽ ആയിരിക്കേണ്ടത്, എന്നാണ് ഫെർട്ടൈൽ അല്ലാത്തത്, ആ ദിവസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ വെറുതെ
വർത്തമാനത്തിൽ മാത്രമല്ല, അവളുടെ ശരീരവും അവൻ്റെ ആഗ്രഹങ്ങളും അവളുടെ ശരീരവും എല്ലാം മനസ്സിലാക്കുന്ന ഒരു ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് വന്നു കഴിയുമ്പോൾ യു ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ ടു ബി ഹോളി. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ സഹായം വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ആ സഹായം എടുക്കണം. യു ക്യാൻ സ്പീക്ക് ടു യുവർ പാരിഷ് പ്രീസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വിശുദ്ധരായിട്ടുള്ള ആൾക്കാരോട്, സിസ്റ്റേഴ്സോ അച്ഛന്മാരോ ഉണ്ടെങ്കിൽ സംസാരിക്കണം. ആ ഏരിയയിൽ ഒരു മാറ്റം വരണം. അതുപോലെ തന്നെ if you have sex not in the proper way, anal sex, അതായത് നിങ്ങളുടെ നിങ്ങൾ ഒരു ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, if you ejaculate anywhere else except in her vagina, it is morally wrong. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് നമ്മൾ സ്വയമായി ചെയ്യുന്നതിനെയാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്, സെൽഫ് അബ്യൂസ് എന്ന് പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ വ്യക്തതയുള്ളവരായിരിക്കണം നമ്മൾ. അവിടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇനിയും ദൈവമേ ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇക്കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾക്ക് വിശുദ്ധിയിലേക്ക് വരണം. ഈ വിശുദ്ധിയിലേക്ക് വരാനാണെങ്കിൽ നമ്മൾക്ക് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണോ, ഞാൻ നിന്നെ സഹായിക്കാം, നീ എന്നെ സഹായിക്കുക. അതുമല്ല, നമുക്കൊരു തേർഡ് പേഴ്സന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഡു ടേക്ക് ദാറ്റ് ഹെൽപ്പ്. ബിക്കോസ് ഇവിടുത്തെ നമ്മുടെ വിശുദ്ധീകരണമാണ് പൊന്നുമക്കളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും എല്ലാം സഹായിക്കാൻ പോകുന്നത്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന അത്ര അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. ബിക്കോസ് നമ്മൾ പകർന്നു കൊടുക്കുന്ന നമ്മുടെ കൃപ അത്രയും വലുതായിരിക്കും, അത് തലമുറകളോളം നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നെടുക്കുന്ന വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ ഇന്നെടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളെ മാത്രമല്ല തലമുറകൾ അത് അനുഭവിക്കും, അവർ അനുഗ്രഹിക്കപ്പെടും എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇനിയും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഏരിയ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. കാത്തലിക് മോറൽ സെക്ഷുവൽ മൊറാലിറ്റിയിൽ ഞാൻ എപ്പോഴാണ് എനിക്ക് തെറ്റുപറ്റുന്നത്, അത് അവിശുദ്ധമായത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരിക. ഹാവ് എ ഡയലോഗ്. ഒരുപക്ഷെ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ ഭാര്യ അറിയുന്നില്ലേ, അല്ലെങ്കിൽ ഭാര്യ ഇത് ചെയ്യുന്നത് ഭർത്താവ് അറിയുന്നില്ലേ. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. കാരണം ആ രഹസ്യാത്മകതയാണ് പിശാച് ഉപയോഗിക്കുക. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടാവുക, അതിലൂടെ വിശുദ്ധീകരണം. ഞാൻ എൻ്റെ ഭാര്യ വിശുദ്ധിയായി തീരണം, എൻ്റെ ഭർത്താവ് വിശുദ്ധിയായി തീരണം, അങ്ങനെ എൻ്റെ കുടുംബം വിശുദ്ധമായി തീരണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ, അതിനായിട്ടുള്ള സഹായമെടുക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാനും. നമുക്ക് ഒരുമിച്ച് വിശുദ്ധീകരിക്കപ്പെടാം, വിശുദ്ധനാകാം, അല്ലേ? സ്വർഗത്തിലെത്താം, അവനോട് ഒന്നാവാം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. God bless you.